നമസ്തേ. ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് തോന്നാറില്ലേ എല്ലാം ഒരു യുദ്ധം പോലെയാണെന്ന്? മനസ്സിൽ പേടി, വീട്ടിലെ പ്രശ്നങ്ങൾ, ജോലിയിലെ സമ്മർദ്ദം, ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക, ഇതെല്ലാം തമ്മിൽ പോരാടുന്ന നമ്മുടെ ജീവിതത്തെയാണ് ഭഗവത്ഗീത കുരുക്ഷേത്രം എന്ന് വിളിക്കുന്നത്. ഭഗവത്ഗീത തുടങ്ങുന്നത് ശ്രീകൃഷ്ണന്റെ ഉപദേശത്തോടെയല്ല, ഒരു ചോദ്യത്തോടെയാണ്. ഇന്ന് നമുക്ക് ഭഗവത്ഗീത ചാപ്റ്റർ 1 ശ്ലോകം 1 പഠിക്കാം. അതിലൊളിഞ്ഞിരിക്കുന്ന ജീവിത സത്യം എന്താണെന്ന് മനസ്സിലാക്കാം. ശ്ലോകം: ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ഭഗവത്ഗീതയിലെ ആദ്യ ശ്ലോകമാണിത്. ഈ വാക്കുകൾ പറയുന്നത് അർജുനനുമല്ല, ശ്രീകൃഷ്ണനുമല്ല, അന്ധനായ രാജാവ് ധൃതരാഷ്ട്രരാണ്. അദ്ദേഹം സഞ്ജയനോട് ചോദിക്കുന്നതാണിത്. ധർമ്മഭൂമിയായ കുരുക്ഷേത്രത്തിൽ യുദ്ധത്തിനായി ഒത്തുകൂടിയ എന്റെ മക്കളും പാണ്ഡവരും എന്തു ചെയ്തു സഞ്ജയ? ആരാണ് സഞ്ജയൻ? സഞ്ജയൻ മഹാഭാരതത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. ഹസ്തിനപുരിയിലെ രാജാവായ ധൃതരാഷ്ട്രരുടെ വിശ്വസ്തനായ മന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം. ഭഗവത്ഗീതയിൽ യുദ്ധഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ അന്ധനായ ധൃതരാഷ്ട്രർക്ക് വിവരിച്ചു കൊടുക്കുന്നത് സഞ്ജയനാണ്. ധൃതരാഷ്ട്രരുടെ അടുത്തു നിൽക്കുന്ന സഞ്ജയന് യുദ്ധഭൂമിയിലെ കാര്യങ്ങൾ എങ്ങനെ കാണാൻ കഴിഞ്ഞു? വ്യാസമഹർഷി സഞ്ജയന് ദിവ്യദൃഷ്ടി നൽകി. അതിന്റെ ശക്തിയാൽ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ, യോദ്ധാക്കളുടെ സംഭാഷണങ്ങൾ, കൃഷ്ണനും അർജുനനും തമ്മിലുള്ള ഭഗവത്ഗീത ഉപദേശം, ഇതെല്ലാം സഞ്ജയന് ദൂരത്തു നിന്നു തന്നെ കാണാനും കേൾക്കാനും കഴിഞ്ഞു. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിലെ പല ശ്ലോകങ്ങളിലും സഞ്ജയ ഉവാച, സഞ്ജയൻ പറഞ്ഞു എന്നു വരുന്നത്. സഞ്ജയന്റെ പ്രത്യേകത, അദ്ദേഹം സത്യസന്ധനും ശാന്ത സ്വഭാവിയും വിവേകവും നീതിയും ഉള്ളവനുമായിട്ടാണ് മഹാഭാരതത്തിൽ കാണുന്നത്. അദ്ദേഹം ഒരു സാധാരണ വാർത്താവാഹകനല്ല, സത്യം എന്താണോ അതുതന്നെ പറയുന്ന ഒരാളായിരുന്നു. ഭഗവത്ഗീതയിലെ ഓരോ കഥാപാത്രത്തിനും ഒരു ആന്തരിക അർത്ഥമുണ്ട്. സഞ്ജയനെ പല ആത്മീയ ഗുരുക്കന്മാരും വിവേകമുള്ള മനസ്സായിട്ടാണ് വിശദീകരിക്കുന്നത്. ധൃതരാഷ്ട്രർ അന്ധതയെ സൂചിപ്പിക്കുമ്പോൾ സഞ്ജയൻ ജ്ഞാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ഒരു സഞ്ജയൻ ആവശ്യമുണ്ട്. അതായത് ശരിയായ മാർഗനിർദ്ദേശം നൽകുന്ന, സത്യം പറയുന്ന, തെറ്റുകൾ കാണിച്ചു തരുന്ന ഒരാൾ, ഒരു ഗുരു. അത് ചിലപ്പോൾ നമ്മുടെ ഉള്ളിലെ വിവേകം, തിരിച്ചറിവ് തന്നെയുമാകാം. ധൃതരാഷ്ട്രരുടെ അന്ധതയല്ല, സഞ്ജയന്റെ വിവേകമാണ് നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത്. ഇനി നോക്കാം, ധൃതരാഷ്ട്രൻ എന്താണ് സഞ്ജയനോട് ചോദിക്കുന്നത്? ധർമ്മഭൂമിയായ കുരുക്ഷേത്രത്തിൽ യുദ്ധത്തിനായി ഒത്തുകൂടിയ എന്റെ മക്കളും പാണ്ഡവരും എന്തു ചെയ്തു? ധൃതരാഷ്ട്രരുടെ അന്ധത കണ്ണിനു മാത്രമുള്ളതല്ല, അത് മനസ്സിന്റെയും ബുദ്ധിയുടെയും അന്ധതയാണ്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു തന്റെ മക്കൾ തെറ്റാണ് ചെയ്യുന്നത്. ദുര്യോധനൻ അധർമ്മത്തിന്റെ വഴിയിലാണ്, അനീതിയാണ് നടക്കുന്നത്. പക്ഷേ മകനോടുള്ള അമിതമായ സ്നേഹം കാരണം അദ്ദേഹത്തിന് സത്യം കാണാനായില്ല. ഗീതയിലെ ആദ്യ ശ്ലോകത്തിലെ ആദ്യ പാഠവും ഇതുതന്നെയാണ്. അറ്റാച്ച്മെന്റ് ക്യാൻ ബ്ലൈൻഡ് ഇന്റലിജൻസ്. അമിതമായ ബന്ധവും മോഹവും മനുഷ്യന്റെ വിവേകം കെടുത്തു. ധർമ്മക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം, കുരുക്ഷേത്രം ഒരു യുദ്ധഭൂമി മാത്രമല്ല, അത് ധർമ്മക്ഷേത്രമാണ്. അതായത് സത്യം പരീക്ഷിക്കപ്പെടുന്ന സ്ഥലം, ശരിയും തെറ്റും വ്യക്തമാകുന്ന സ്ഥലം. നമ്മുടെ ജീവിതവും അതുപോലെയാണ്. ദിവസവും നമ്മൾ പോരാടുന്നു മടുപ്പിനോട്, കോപത്തോട്, അസൂയയോട്, പേടിയോട്, നെഗറ്റീവ് ചിന്തകളോട്. അതിനാൽ നമ്മുടെ മനസ്സ് തന്നെയാണ് ഇന്നത്തെ കുരുക്ഷേത്രം. മാമക, എന്റെ മക്കൾ, എന്റെ മക്കളും പാണ്ഡവരും എന്ന് ധൃതരാഷ്ട്രർ ഇവിടെ വേർതിരിക്കുന്നു. എന്റെ, മറ്റുള്ളവരുടെ. ഇതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ദൗർബല്യങ്ങളിലൊന്ന്. ഈ ചിന്ത വന്നാൽ നീതി നഷ്ടപ്പെടാം, സമത്വം ഇല്ലാതാകാം, പ്രശ്നങ്ങൾ വർദ്ധിക്കാം. ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാവരെയും ഒരുപോലെ കാണുക. ചില കുടുംബങ്ങളിൽ ചിലപ്പോൾ ചില മാതാപിതാക്കൾ ഒരു മകനെ മാത്രം പിന്തുണയ്ക്കും, സത്യം കാണാതെ സ്നേഹം കാണിക്കും. അവിടെ കലഹം തുടങ്ങും. അതിനെയാണ് ധൃതരാഷ്ട്ര മനോഭാവം എന്ന് പറയുന്നത്. ജോലിസ്ഥലത്ത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടവരെ നിയമിക്കാം, ഇഷ്ടപ്പെട്ടവർക്ക് പ്രൊമോഷൻ കൊടുക്കാം. അമിതമായ ബന്ധങ്ങൾ നീതിയെയും ന്യായത്തെയും നശിപ്പിക്കുന്നു. വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ സംഭവിക്കാം. മടിയും മറ്റു കാര്യങ്ങളും പഠനത്തിനെ നശിപ്പിക്കുമെന്നറിയാം.
പക്ഷെ വീണ്ടും അതേ കാര്യങ്ങൾ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ആഗ്രഹങ്ങൾ വിവേകത്തെ കീഴടക്കുന്നു. അതാണ് ഉള്ളിലെ കുരുക്ഷേത്രം. ഭഗവത്ഗീത ഒരു യുദ്ധകഥ മാത്രമല്ല, അത് മനുഷ്യ മനസ്സിന്റെ പഠനം, ആത്മവിശ്വാസത്തിന്റെ വഴി, ധർമ്മത്തിന്റെ പാഠം, ജീവിത തീരുമാനങ്ങളുടെ മാർഗദർശി. ആദ്യ ശ്ലോകം നമ്മോട് പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത് അവന്റെ മനസ്സിലാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നാൽ പലരും തകർന്നു പോകും. പക്ഷേ ഗീത നമ്മോട് പറയുന്നത് നിന്റെ കുരുക്ഷേത്രത്തിൽ നിന്ന് നീ ഓടിപ്പോകരുത്. നമ്മൾ നേരിടണം നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ, സത്യങ്ങൾ, പ്രയാസങ്ങൾ, മാറ്റങ്ങൾ. കാരണം ധൈര്യം തുടങ്ങുന്നിടത്തു നിന്നാണ് വളർച്ച തുടങ്ങുന്നത്. ആദ്യ ശ്ലോകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, കുരുക്ഷേത്രം പുറത്തുള്ള ഒരു സ്ഥലം മാത്രമല്ല, ഓരോ മനുഷ്യന്റെയും മനസ്സിനുള്ളിലാണത്. അവിടെ നടക്കുന്ന യുദ്ധം ഇവ തമ്മിലാകാം: ധർമ്മമോ അധർമ്മമോ, സമാധാനമോ കോപമോ, സത്യമോ അഹങ്കാരമോ. ശരിയായ വഴി തിരഞ്ഞെടുക്കാൻ ഭഗവത്ഗീത നമ്മെ സഹായിക്കുന്നു. ഈ ശ്ലോകത്തിലെ പ്രധാന പാഠങ്ങൾ ഇവയാണ്. ധൃതരാഷ്ട്രരുടെ അന്ധത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. എന്റെ മാത്രം എന്ന സ്വാർത്ഥ ചിന്താഗതി ഉണ്ടാകരുത്. ഹേ കൃഷ്ണ, സത്യം തിരിച്ചറിയാനുള്ള ബുദ്ധിയും ശരിയായ കാര്യം ചെയ്യാനുള്ള ധൈര്യവും ജീവിത യുദ്ധങ്ങളിൽ സമാധാനവും ഞങ്ങൾക്ക് തരയണമേ. ഹരി ഓം തത്സത്. അടുത്ത ശ്ലോകവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.